ആദ്യം പഠിക്കാൻ പോകുന്നത് ലോഗരിഥമിക് ഡിക്രിമെന്റ്. അപ്പൊ എന്താണ് ലോഗരിഥമിക് ഡിക്രിമെന്റ് എന്നുള്ളത് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ലോഗരിഥമിക് ഡിക്രിമെന്റ്, നാച്ചുറൽ ലോഗരിതം ഓഫ് ദ റേഷ്യോസ് ഓഫ് ടു സക്സസീവ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. അപ്പം ലോഗരിഥമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം, അതായത് ലോഗ് ഓഫ് ദ റേഷ്യോസ് ഓഫ് ടു സക്സസീവ് പീക്ക് ആംപ്ലിറ്റ്യൂഡ്. അപ്പം രണ്ട് സക്സസീവ് ആയിട്ടുള്ള പീക്ക് ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ആംപ്ലിറ്റ്യൂഡാണ് അല്ലെ, അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഈ വൈബ്രേഷൻ വരുന്നുണ്ട്. അടുത്ത തൊട്ട ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സൈക്കിളിലുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ കറസ്പോണ്ടിങ് പോയിന്റിലാണ്. അപ്പം ഒരു സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഇതാണ്, നെക്സ്റ്റ് സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് വൈബ്രേഷൻ ആണ്, ഈ രീതിയിലാണ് വൈബ്രേറ്റ് ചെയ്ത് പോകുന്നത്, ഓരോ പ്രാവശ്യമുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പം എന്താണ് ലോഗരിഥമിക് ഡിക്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ലോഗ് ഓഫ് ടു സക്സസീവ്, അതായത് ടു സക്സസീവ് പീക്ക് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇത് ഫസ്റ്റ് സൈക്കിളിലെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഈ വാല്യൂ ആണ്, സെക്കൻഡ് സൈക്കിൾ ഇതാണ്, തേർഡ് സൈക്കിൾ ഇതാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്തത് പ്രകാരമാണെങ്കിൽ ഒരു ടി സെക്കൻഡ് കഴിയുമ്പോൾ അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് AI, ആ ഒരു സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ആ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ അടുത്ത പീക്ക് ആംപ്ലിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ ടൈം ടിയിലുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AI ആണ്. ആൻഡ് ടൈം ടി കഴിഞ്ഞിട്ട് ഒരു TD എന്ന് പറയുന്ന ടൈമും കൂടിയും കഴിയുമ്പോൾ, ദാറ്റ് ഈസ് ടൈം T പ്ലസ് TD ആകുമ്പോൾ അത് AI+1 എന്നുള്ള ആംപ്ലിറ്റ്യൂഡ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ലോഗരിഥമിക് ഡിക്രിമെന്റ്? ലോഗരിഥമിക് ഡിക്രിമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ്. ഡെൽ ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ് ഓഫ് AI+1. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ലോഗ് ഓഫ് രണ്ട് സക്സസീവ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്, തൊട്ടടുത്ത സൈക്കിളിലെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. അപ്പം ഈ രണ്ട് ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിലുള്ള റേഷ്യോ അതിന്റെ ലോഗ്, അതാണ് ലോഗരിഥമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അണ്ടർ ഡാംഡ് സിറ്റുവേഷനിൽ വൈബ്രേഷൻ എന്താണ്, ഇങ്ങനെ കുറഞ്ഞു വരും അല്ലെ, ഓരോ സൈക്കിൾ കഴിയും തോറും അത് കുറഞ്ഞു വന്ന് അറ്റ് ലാസ്റ്റ് ആ വൈബ്രേഷൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അത് പഠിച്ചിരുന്നു. ഇതാണ് ആ ഒരു ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന ചേഞ്ച്, ഓരോ സൈക്കിള് കഴിയുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് AE⁻⁻⁰ എന്നുള്ളതാണ്. അതായത് ഓരോ കറസ്പോണ്ടിങ് ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോപ്പ് ഭാഗത്ത് പോസിറ്റീവ് വാല്യൂ വരുന്നതിന്റെ AE⁻⁻⁰, താഴെ മൈനസ് വരുന്നതിന്റെ -AE⁻⁻⁰ എന്ന് പറയുന്ന വാല്യൂ ആണ്. ആ രീതിയിലാണ് ഇത് വേരി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം ഇതിൽ ടൈം ഒരു ഫാക്ടർ ആണ്, ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത് പ്രകാരം നമുക്ക് എങ്ങനെയാണ് ലോഗരിഥമിക് ഡിക്രിമെന്റിന്റെ വാല്യൂ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ AI എന്നുള്ളതാണ് ടൈം പീരീഡ് T, അല്ലെങ്കിൽ T എന്ന് പറയുന്ന ഒരു ടൈമിലുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ആൻഡ് T പ്ലസ് TD എന്ന് പറയുന്ന ടൈം കഴിയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് AI+1 എന്നുള്ളതാണ്. അപ്പം ലോഗരിഥമിക് ഡിക്രിമെന്റ് നമ്മൾ എഴുതി, ഡെൽ ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ഓഫ് അല്ലെങ്കിൽ ലോഗ് ഓഫ് AI/AI+1 എന്നുള്ള രീതിയിൽ എഴുതും. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും ഒന്നും കൂടി എഴുതുകയാണ്. ഡെൽ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്, നമ്മുടെ ഇക്വേഷൻ നമ്മളിപ്പോ നോക്കിയില്ലേ, AE⁻⁻⁰ എന്നുള്ളതാണ്. ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ AE⁻⁻⁰ ആണ്. ഇവിടുത്തെ T എന്ന് പറയുന്നത് T തന്നെയാണ്. ഡിവൈഡഡ് ബൈ AI+1 എന്ന് പറയുമ്പോൾ അവിടുത്തെ T എന്ന് പറയുന്നത് എന്താ, T പ്ലസ് TD ആണ്. അപ്പൊ നമുക്ക് AE⁻⁻⁰T+TD എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ നാച്ചുറൽ ലോഗ് ഓഫ് അല്ലെങ്കിൽ ലോഗരിതം ഓഫ് അല്ലെങ്കിൽ ലോഗ് ഓഫ്, ഇതിന്റെ അകത്ത് നമുക്ക് കോമൺ A കോമൺ ആണ്. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ A നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ടേം E⁻⁻⁰T ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് A ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ E⁻⁻⁰T ഇൻടു E⁻⁻⁰TD എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ അല്ലേ T പ്ലസ് TD എന്നുള്ള രീതിയിൽ വരുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് E⁻⁻⁰ ഇൻടു T ഒരു ടേം ഇൻടു E⁻⁻⁰TD. അപ്പൊ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണ് E⁻⁻⁰ ഇൻടു T പ്ലസ് TD എന്ന് പറയുന്ന ടേമായി മാറുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാം. ഇതെങ്ങനെയാ, ഈ ടേം എന്ന് പറയുന്നത് എന്താ, E⁻⁻⁰
ഇൻറ്റു ടി പ്ലസ് ടി ഡി ആണ് ഈ ഒരു ടേം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. റേസ് ടു പവർ വരുമ്പോൾ നമുക്കറിയാലോ, അതായത് ഇപ്പം എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് റേസ് ടു 2 എന്ന് പറയുന്നത് എന്താ, എക്സ് റേസ് ടു 3 പ്ലസ് 2 എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് എഴുതാം, ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താണത്, ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു ടി പ്ലസ് ടി ഡി എന്നുള്ളതാണ്. ഓക്കെ, ടി പ്ലസ് ടി ഡി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതാം. ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ടേമുകൾ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആൻഡ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി ടി നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് ടിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം ലോഗ് ഓഫ് 1 ബൈ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി എന്നുള്ള ടേം ആണ്. ഓക്കെ, അതായത് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആൻഡ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള ടേം ഇതാണ്. ഇപ്പൊ ലോഗ് ഓഫ് 1 ബൈ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി എന്നുള്ളത് ഈ മൈനസ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയി മാറും. ലോഗ് ഓഫ് ഇ റേസ് ടു സൈ ഒമേഗ ടി ഡി എന്നുള്ള രീതിയിലാവും. അപ്പൊ നമുക്ക് ഇതിനെ ലോഗ് ഓഫ് ഇ റേസ് ടു സൈ ഒമേഗ ടി ഡി എന്ന് പറയുമ്പോൾ ലോഗും ഇ ഉണ്ട്. അപ്പൊ അത് പ്രകാരം മാത്തമാറ്റിക്കലി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈ ഒമേഗ ടി ഡി എന്നുള്ളതാണ്. ടി ഡി എന്ന് പറയുന്നത് എന്താ, ടൈം പീരീഡ് ആണ് അല്ലെ, ടൈം പീരീഡ് ആണ്. അപ്പൊ 2 പൈ ബൈ ഒമേഗ ഡി, ഡി ഉള്ളത് കൊണ്ട്, ഡാമ്പിങ്ങിന്റെ വാല്യൂ ഉള്ളത് കൊണ്ട് ഡാമ്പിങ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക. 2 പൈ ബൈ ഒമേഗ എന്ന് പറയുന്നതിന് പകരം ടി ഡി ആയതുകൊണ്ട് സൈ ഒമേഗ ഇൻറ്റു 2 പൈ ബൈ ഒമേഗ ഡി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ ഒമേഗ ഡിന്റെ വാല്യൂ നമുക്കറിയാം, ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 1 മൈനസ് സൈ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, സൈ ഇൻറ്റു ഒമേഗ ഇൻറ്റു 2 പൈ ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു 1 മൈനസ് സൈ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് ഒമേഗ ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാവും, 2 പൈ സൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇപ്പൊ ലോഗരിതമിക് ഡിക്രിമെന്റിന്റെ ആ ഒരു റേഷ്യോ, അതായത് സക്സസീവ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിലുള്ള റേഷ്യോ, അതിന്റെ ലോഗ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ സൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ. ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇപ്പൊ സൈ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ, സൈ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0, വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഈ ടേം വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായി മാറും, ഈ ടേം ഏകദേശം 1 തന്നെയായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 തന്നെയായിരിക്കും ഈ ഒരു ടേം വരുന്നത്. അപ്പൊ നമുക്ക് ഡെൽ ഈസ് ഈക്വൽ ടു, അതായത് ലോഗരിതമിക് ഡിക്രിമെന്റ് ഈസ് ഈക്വൽ ടു 2 പൈ സൈ എന്ന് മാത്രം നമുക്ക് എഴുതാൻ പറ്റും. വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് സൈ ഈസ് വെരി വെരി ലെസർ ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഈ 1 മൈനസ് സൈ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 തന്നെയാണ്. ദാറ്റ് ഈസ് സൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 പൈ സൈ എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ നമുക്ക് ചില കേസുകളിൽ ഡയറക്റ്റ് എന്ത് ചെയ്താ 2 പൈ സൈ എന്നുള്ള രീതിയിൽ ലോഗരിതമിക് ഡിക്രിമെന്റ് എഴുതാനായിട്ട് പറ്റും. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് 2 പൈ സൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ. എന്നാൽ പല കേസുകളിലും നമുക്ക് ഈ രീതിയിൽ എഴുതാം, ദാറ്റ് ഈസ് സൈ വിൽ ബി വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ടോപ്പിൽ വരുന്ന ന്യൂമറേറ്റർ വെച്ചിട്ട് മാത്രം ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, if the reduction in the amplitude of consecutive cycles are very less, then the amplitude of a cycle after a number of cycles was taken. അപ്പോൾ ഈ സക്സസീവ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ, ഇപ്പൊ ഒരുപാട് സൈക്കിൾ കഴിഞ്ഞിട്ട്, ഇപ്പൊ 4-5 സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാ എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം എ ഐ ബൈ എ ഐ പ്ലസ് ജെ, ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് എ ഐ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് സൈക്കിളിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ ഐ എന്ന് പറയുന്ന എ ഐ എന്ന് പറയുന്ന വാല്യൂ, അത് കഴിഞ്ഞിട്ട് ഒരു ജെ സൈക്കിൾസും കൂടിയും കഴിഞ്ഞിട്ട് വരുന്ന ആംപ്ലിറ്റ്യൂഡ് എ ഐ പ്ലസ് ജെ ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കുറെ ടേംസ് വരുന്നുണ്ട്, അതായത് I+1 I+2 ടേംസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു ജെ എന്ന് പറയുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് കഴിഞ്ഞ് വരുന്ന ആംപ്ലിറ്റ്യൂഡ് എ ഐ പ്ലസ് ജെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഐ ബൈ എ ഐ പ്ലസ് 1 ഇൻറ്റു എ ഐ പ്ലസ് 1 ഡിവൈഡ് ബൈ എ ഐ പ്ലസ് 2. അതായത് ഇതെല്ലാം എഴുതിയിരിക്കുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. എ ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന എ ഐ പ്ലസ് 1 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് എ ഐ പ്ലസ് 1 കഴിഞ്ഞാൽ എ ഐ പ്ലസ് 2 ആണ് നെക്സ്റ്റ് വരുന്നത്. എ ഐ പ്ലസ് 2 കഴിഞ്ഞാൽ എ ഐ പ്ലസ് 3 ആണ് വരുന്നത്. അങ്ങനെ ഓരോന്നിന്റെ ആ ലോഗരിതമിക് ഡിക്രിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഗ് എഴുതാതെ ജസ്റ്റ് ഇപ്പൊ ഓരോന്നിന്റെ സക്സസീവ് ആയിട്ടുള്ള ആ റേഷ്യോ എഴുതി പോയതാണ്. ലാസ്റ്റ് വരുമ്പോൾ എ ഐ പ്ലസ് ജെ മൈനസ് 1, അതായത് എ ഐ പ്ലസ് ജെ ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന
ആ ഒരു ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ എ ഐ പ്ലസ് ജെ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. കാരണം ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടേം കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ടേം കട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വരുന്ന ടേം ഏത് മാത്രമായിരിക്കും? എ ഐ ബൈ എ ഐ പ്ലസ് ജെ എന്നുള്ള ടേം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. എ ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് എ ഐ ബൈ എ ഐ പ്ലസ് 1 ഇൻറ്റു എ ഐ പ്ലസ് 1 ബൈ എ ഐ പ്ലസ് 2 ഇൻറ്റു എ ഐ പ്ലസ് 2 ഡിവൈഡ് ബൈ എ ഐ പ്ലസ് 3. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഞാൻ ഈ ഇക്വേഷനകത്ത് ലോഗ് കൊണ്ടുവരുവാണ്. നാച്ചുറൽ ലോഗ് ഓഫ് എ ഐ ഡിവൈഡഡ് ബൈ എ ഐ പ്ലസ് ജെ ഈസ് ഈക്വൽ ടു log ai by ai plus 1 into ai plus 1 by ai plus 2. അങ്ങനെ സക്സസീവ് ആയിട്ട് നമുക്ക് ഇതുപോലെ എഴുതി ലോഗ് അതിൽ കൊണ്ടുവന്നു. രണ്ട് സൈഡിൽ ലോഗ് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് ഇത് ലോഗ് എ ഐ ബൈ എ ഐ പ്ലസ് ജെ എന്ന് പറയുന്നത് എന്താ? അതായത് ഇതിപ്പോ ഒരു ലോഗ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിപ്പോ കുറെ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ അത് ഇൻറ്റു ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി, അതായത് ഇത് ടേം എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ ഐ ബൈ എ ഐ പ്ലസ് 1 പ്ലസ് ലോഗ് ഓഫ് എ ഐ പ്ലസ് 1 ബൈ എ ഐ പ്ലസ് 2. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോഗ് എ ഐ പ്ലസ് ജെ മൈനസ് 1 ഡിവൈഡ് ബൈ എ ഐ പ്ലസ് ജെ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇതൊക്കെ എന്താ? ഓരോന്നും എന്താണ്? ലോഗരിതമിക് ഡിക്രിമെന്റ് ആണ്. ഇത് ലോഗരിതമിക് ഡിക്രിമെന്റ് ആണ്. സക്സസീവ് ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള റേഷ്യോന്റെ ലോഗാണ്. അടുത്തതും ലോഗരിതമിക് ഡിക്രിമെന്റ് തന്നെയാണ്. സക്സസീവ് ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള ലോഗിന്റെ റേഷ്യോയുടെ ലോഗാണ്. അങ്ങനെ ഈ ലാസ്റ്റ് വരെ എഴുതിയിരിക്കുന്ന ടേമും സെയിം ലോഗരിതമിക് ഡിക്രിമെന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു ടേം? ലോഗ് എ ഐ by ai plus j. Okay, ai plus j is equal to logarithmic decrement del plus del plus del plus del plus. അങ്ങനെ എഴുതി പോവാം. നമുക്ക് 1 തൊട്ട് j വരെ, j സൈക്കിൾസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വരെ അത്രയും നമ്പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? therefore log of ai by ai plus j എന്ന് പറയുന്നത് j into logarithmic decrement ആയിരിക്കും. അതായത് j സൈക്കിൾസ് ഉണ്ടെങ്കിൽ j into del എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ അകത്ത് ലോഗരിതമിക് ഡിക്രിമെന്റിന്റെ വാല്യൂ എന്താ വരിക? del is equal to, okay, del is equal to log ai by ai plus j into ഈ j ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ j എന്നുള്ളതാണ്. അതായത് ഒരുപാട് സൈക്കിൾസ് കഴിഞ്ഞിട്ടുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് എത്ര സൈക്കിൾസ് കഴിഞ്ഞിട്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുപിടിക്കാം. ഇനി ഇൻ കേസ് ലോഗരിതമിക് ഡിക്രിമെന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എത്ര സൈക്കിൾസ് വരുന്നുണ്ട് എന്നുള്ള, ആ രണ്ട് ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിൽ എത്ര സൈക്കിൾസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. del is equal to log of ai by ai plus j divided by j എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്ലാറ്റ്ഫോം ഓഫ് വെയിറ്റ് 20 kilonewton is supported by 4 equal columns clamped to the foundation as well as to the platform. A static force of 8 kilonewton applied horizontally to the platform produces a displacement of 3 mm. Damping in the structure is 5% of critical damping. Find undamped natural frequency. Second one, logarithmic decrement. Third one, number of cycles and time required for the amplitude to reduce from an initial value to the value of 3 mm to 0.3 mm. Okay, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനില് നമുക്ക് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ അതിൽ എ പ്ലാറ്റ്ഫോം ഓഫ് വെയിറ്റ് 20 kilonewton, ഒരു പ്ലാറ്റ്ഫോം ആണ്, 20 kilonewton വെയിറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഈ സപ്പോർട്ടഡ് ബൈ 4 ഈക്വൽ കോളംസ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം 4 ഒരേപോലെയുള്ള കോളംസ് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷനിൽ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 4 കോളംസ് വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഹൊറിസോണ്ടലി ഒരു ഫോഴ്സ് വരുമ്പോൾ അത് സൈഡ് വൈസ് മൂവ് ചെയ്യും. ഓക്കെ, 4 കോളംസ് ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലി ഫോഴ്സ് വരുമ്പോൾ അത് എന്ത് ചെയ്യും? സൈഡ് വൈസ് അത് മൂവ് ചെയ്യുന്നുള്ളതാണ്. 4 കോളംസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ 2 കോളംസ് നമുക്ക് ഫിഗറിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതായത് സ്വേ ചെയ്യുന്നുണ്ട്, അതായത് സൈഡ് വൈസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് ടോപ്പിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വെയിറ്റ് 20 kilonewton ആണ്. 4 കോളംസ് ഉണ്ട്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, 4 കോളംസ് ഉണ്ട്, ഫൗണ്ടേഷനിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഹൊറിസോണ്ടലി ലോഡ് വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? സൈഡ് വൈസ് മൂവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് 8 കിലോ ന്യൂട്ടൺ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 കിലോ ന്യൂട്ടൺ ആണ്. ടു ദ പ്ലാറ്റ്ഫോം പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 3 mm. അത് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതായത് സൈഡ് വേസിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 3 mm ആണ്. ഓക്കെ, ഡാമ്പിംഗ് ഇൻ ദ സ്ട്രക്ചർ ഈസ് 5% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. അപ്പം C/cc റേഷ്യോ അല്ലെ നമുക്ക് തന്നിട്ടുണ്ട്. ഡാമ്പിംഗ് ഇൻ ദ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നോർമൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന്റെ 5% ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, C/cc എന്ന് പറയുന്ന വാല്യൂ, അതായത് psi എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. psi വാല്യൂ നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസ് നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ഡാമ്പിംഗ് റേഷ്യോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഡാമ്പിംഗ് ഇല്ലാത്ത നാച്ചുറൽ ഫ്രീക്വൻസി. രണ്ടാമത് ലോഗരിതമിക് ഡിക്രിമെന്റ്. ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്പർ ഓഫ് സൈക്കിൾസ് ആൻഡ് ടൈം റിക്വയർഡ് ഫോർ ദ ആംപ്ലിറ്റ്യൂഡ് ടു റെഡ്യൂസ് ഫ്രം ആൻ ഇനീഷ്യൽ വാല്യൂ ഓഫ് 3 mm to 0.3 mm. വളരെ ചെറിയ വാല്യൂ ആണ് അല്ലെ, വളരെ ചെറിയ വാല്യൂ ആണ് ഇപ്പം ഈ ഒരു ചേഞ്ച് വരുന്നത്. 3 mm അവിടുന്ന് 0.3 mm ചേഞ്ച് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്പർ ഓഫ് സൈക്കിൾസും ടൈം റിക്വയർഡും. അതായത് അതും നമ്മൾ ആ ലോഗരിതമിക് ഡിക്രിമെന്റിന് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ഇപ്പൊ എന്താ അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി? ഒമേഗ. ഓക്കെ, ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ എന്ന് പറയുന്നത് എന്താ ഇക്വേഷൻ വരുന്നത്, √k/m എന്നുള്ളതാണ് അല്ലെ. √k/m ആണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് കണ്ടുപിടിക്കണം. ഇതില് എഫ് കണ്ടുപിടിച്ച് വെക്കാം ഹേർട്സിൽ വേണമെങ്കിൽ. പക്ഷെ നമുക്ക് ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് √k/m ആണ്. അത് നമുക്ക് ഹേർട്സിൽ വേണമെങ്കിൽ ഹേർട്സിലും കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അപ്പം √k/m ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതില് നമുക്ക് m അവൈലബിൾ ആണ് അല്ലെ. പ്ലാറ്റ്ഫോം ഓഫ് വെയിറ്റ് 20 കിലോ ന്യൂട്ടൺ. m എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, √k/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പോ W = ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, കിലോഗ്രാമിലേക്ക് മാസാക്കി മാറ്റണം. അപ്പോൾ m = W/g. ഓക്കെ, അപ്പോൾ അതിനെ 20 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് 20,000 ന്യൂട്ടൺ ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 9.81 ചെയ്താൽ അത് കിലോഗ്രാമിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് മാസ് കിട്ടും. മാസിന്റെ കേസ് ഓക്കെ. ഇനി k കണ്ടുപിടിക്കണമല്ലോ. എന്താ k എന്ന് പറയുന്നത്? സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താ, ഫോഴ്സ് ബൈ ഡെൽറ്റ എന്നുള്ളതാണ് അല്ലെ. അതായത് F = ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 8 ആണ്, ഡെൽറ്റ 3 ആണ്. അപ്പൊ സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന k എന്ന് പറയുന്നത് എന്താണ്, F/ഡെൽറ്റ ആണ് അല്ലെ. അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ് സ്റ്റിഫ്നെസ്. അപ്പൊ ഇവിടെ നമുക്ക് എഫും തന്നിട്ടുണ്ട് ഡെൽറ്റയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റിഫ്നെസ് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. k = F/ഡെൽറ്റ. എഫിന്റെ വാല്യൂ 8 കിലോ ന്യൂട്ടൺ, ദാറ്റ് ഈസ് 8 × 10³ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എന്ന് പറയുന്നത് 3 mm ആണ്. ഓക്കെ, അപ്പൊ ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടൺ/mm കിട്ടും 266.67 ന്യൂട്ടൺ/മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. k ഏത് യൂണിറ്റിലേക്ക് വരണം, ന്യൂട്ടൺ/മീറ്ററിലേക്ക് വരണം അല്ലെ. ന്യൂട്ടൺ/മീറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ന്യൂട്ടൺ/മീറ്ററിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ mm മീറ്ററിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, × 10⁻³ ആണ്. അപ്പൊ ഡിവൈഡ് ബൈ ടേംസിലാണ്. മോഡിലേക്ക് വരുമ്പോൾ × 10⁻³ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒമേഗ √k/m. അപ്പം മീറ്ററിലാണെങ്കിൽ ന്യൂട്ടൺ/മീറ്ററിലാണെങ്കിൽ 266.67 × 10⁻³ ചെയ്യണം. അത് മീറ്ററിലേക്ക് ആക്കിയതാണ്, ന്യൂട്ടൺ/മീറ്ററിലാക്കിയതാണ്. ഡിവൈഡഡ് ബൈ m 20,000 ഡിവൈഡഡ് ബൈ 9.81. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ റേഡിയൻസ്/സെക്കൻഡിലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒമേഗ വാല്യൂ, നാച്ചുറൽ ഫ്രീക്വൻസി ഇൻ റേഡിയൻസ്/സെക്കൻഡ് അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി നമുക്ക് വാല്യൂ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഫിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇത് ഇവിടെ ഏതാണോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അതായത് സ്പെഷ്യൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. വേണമെങ്കിൽ ഇവിടെ അതും കൂടി എടുത്ത് എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, അതും കൂടി എടുത്ത് എഴുതിക്കോ. എന്താണ് എഫ് വരുന്നത് എന്നുള്ള വാല്യൂ കൂടി ജസ്റ്റ് വേർഡ്സിൽ എഴുതി വെച്ചോളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വാല്യൂ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി 36.15 ആണ്. എഫ് വാല്യൂ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇക്വേഷനിൽ കൊടുത്തിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ച് വെക്കാം.
അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തു. അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി നമ്മളിവിടെ കണ്ടുപിടിച്ചു, ഒമേഗ അല്ലെങ്കിൽ എഫ് ഇൻ ഹേർട്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ലോഗരിതമിക് ഡിക്രിമെന്റ് ആണ്. അപ്പൊ ലോഗരിതമിക് ഡിക്രിമെന്റ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചിരുന്നു. ലോഗരിതമിക് ഡിക്രിമെന്റിന്റെ കേസിൽ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 2π ഡിവൈഡ് ബൈ 1 - i². അപ്പൊ ഇവിടെ സൈ വളരെ കുറവാണെങ്കിൽ, വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഡെൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, 2π സൈ എന്നുള്ള ഇക്വേഷൻ മാത്രം കൊടുത്താൽ മതി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സൈ വാല്യൂ എന്താ വരുന്നത്, ഡാമ്പിംഗ് റേഷ്യോ സൈ എന്താ വരുന്നത്, അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-നേക്കാളും വളരെ കുറവാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. 1-നേക്കാളും വളരെ കുറവാണോ, അതായത് ഇവിടെ സൈ വാല്യൂ എന്ന് പറയുന്നത് 5% ആണ് അല്ലെ. C/cc 5/100 ചെയ്യുമ്പോൾ 0.05, അതായത് 1-നേക്കാളും വളരെ കുറഞ്ഞ ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 - i² എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നമുക്ക് കൊടുക്കണം എന്നില്ല. ഓക്കെ, 1 - i² എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കൊടുക്കണം എന്നില്ല, അത് ഒഴിവാക്കാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 2π സൈ എന്നുള്ള ടേം മാത്രം എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആ ഒരു ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ലോഗരിതമിക് ഡിക്രിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ലോഗരിതമിക് ഡിക്രിമെന്റ് ഡെൽ ഈസ് ഈക്വൽ 2π സൈ. ഓക്കെ, എന്തുകൊണ്ട് അത് എടുക്കാത്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൈയുടെ വാല്യൂ വന്നിരിക്കുന്നത് വെരി വെരി ലെസ് ദാൻ 1 ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എടുത്താലും എടുത്തില്ലെങ്കിൽ ഏകദേശം സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പൊ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, 1-നേക്കാളും കുറവായതുകൊണ്ട്, വളരെ കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഡെൽ ഈസ് ഈക്വൽ 2π സൈ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കൊടുത്തു. അപ്പൊ ഇതിന്റെ അകത്ത് സൈ ഡെൽ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 0.05 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.314 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്നത് 0.314 ആണ്. അതായത് ലോഗ് ഓഫ് ആ സക്സസീവ് ആംപ്ലിറ്റ്യൂഡിന്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 0.314 ആണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടൈം റിക്വയർഡ്, എത്ര സൈക്കിൾസ് വേണ്ടി വരും ആ ഒരു ഫസ്റ്റത്തെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് 3 mm നിന്ന് അത് 0.3 mm എത്താൻ വേണ്ടിയിട്ട് എത്ര സൈക്കിൾസ് വേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് എത്ര സൈക്കിൾസ്, അതായത് ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കുറഞ്ഞാണ് അത് 0.3 എത്തുന്നത്. അപ്പൊ ഇവിടം തൊട്ട് ഇതുവരെ എത്താൻ വേണ്ടി എത്ര സൈക്കിൾ, 1, 2, 3 അങ്ങനെ എത്ര സൈക്കിൾസ് വേണ്ടി വരും എന്നുള്ളതാണ് ഒന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത ടൈം റിക്വയർഡ്, അതായത് ഇവിടം തൊട്ട് ഇവിടെ എത്താൻ എത്ര ടൈം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കണം. 3 mm മുതൽ 0.3 mm വരെ എത്താനായിട്ട്. അപ്പൊ നമുക്ക് അതിന് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. അതായത് ഇതാണ്, ലോഗരിതമിക് ഡിക്രിമെന്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് AI ബൈ AI പ്ലസ് ജെ. അതായത് ഇവിടെ AI എന്ന് പറയുന്നത് എന്താണ്, 3 mm ആണ്. AI പ്ലസ് ജെ എന്ന് പറയുന്ന 0.3 mm ആണ്. ജെ എന്ന് പറയുന്ന ഇത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്. നമുക്കിപ്പോ ലോഗരിതമിക് ഡിക്രിമെന്റ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ജെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ജെ കണ്ടുപിടിക്കാം. അപ്പം number of cycles required for the amplitude to reduce from 3 mm to 0.3 mm. അപ്പൊ AI എന്ന് പറയുന്നത് ഇവിടെ 3 mm ആണ്, AI plus J എന്ന് പറയുന്ന 0.3 mm ആണ്. അപ്പൊ number of cycles required എന്ന് പറയുന്നത് J is equal to log AI by AI plus J divided by logarithmic decrement. ആ വാല്യൂ logarithmic decrement വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു 0.314. അപ്പം that is equal to log നമുക്ക് J is equal to divide by logarithmic decrement വെച്ച് ചെയ്യാം. log natural log of 3 by 0.3 A by AI plus J വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് divide by 0.314. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ln എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് കാൽക്കുലേറ്ററിൽ ln എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ആ ln എന്ന് പറയുന്ന ടേം ആണ്, LOG അല്ല കൊടുക്കേണ്ടത്, ln നാച്ചുറൽ ലോഗ് ആണ് കൊടുക്കേണ്ടത്, ln ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ln ഓഫ് 3 by 0.3 ഡിവൈഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ച ഡിക്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 7.33 സൈക്കിൾസ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 7.33 സൈക്കിൾ എത്തുമ്പോഴാണ് ഈ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇത്രയും സൈക്കിൾസ് ആവശ്യമായിട്ടുണ്ട്. ഇനി എന്ത് വേണം, ടൈം റിക്വയർഡ് അല്ലെ, എത്ര ടൈം റിക്വയർഡ് ആയിട്ടുണ്ട് ഇതിലേക്ക് എത്താനായിട്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം റിക്വയർഡ് ഫോർ ആംപ്ലിറ്റ്യൂഡ് ടു റെഡ്യൂസ് ഫ്രം 3 mm to 0.3 mm. ഓക്കെ, അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി, 7.33 സൈക്കിൾസ് ആ വേണ്ടത്. ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π by ω എന്നുള്ളതാണ്.
അപ്പൊ 2π/ω എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 36.15 2π/. അപ്പൊ ടൈം പീരീഡ് കിട്ടും, അതായത് ഒരു സൈക്കിളിന്റെ ടൈം പീരീഡ് നമുക്ക് കിട്ടും. അത് ഇൻറ്റു 7.33 സൈക്കിൾസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടൈം പീരീഡ് ഇൻറ്റു എത്ര സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണെന്നുള്ളത് കിട്ടും. അപ്പൊ 7.33 ഇൻറ്റു 2π/ω, ദാറ്റ് ഈസ് 7.33 ഇൻറ്റു 2π ഡിവൈഡ് ബൈ 36.15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.274 സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ 3 mm മുതൽ 0.3 mm വരെ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് കുറയാനായിട്ട് എടുക്കുന്ന സമയം 1.274 സെക്കൻഡ്സ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 7.33 സൈക്കിൾസ് ആണ് വാല്യൂ അല്ലെ, ആ 3 mm എത്താനായിട്ട് എടുക്കുന്നത്. അത്രയും സൈക്കിൾസ് ആണ് ഏകദേശം എടുക്കുന്നത്. അപ്പൊ ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താ, ഒരു ടൈം പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π/ω ആണ്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് ഇൻറ്റു എത്ര സൈക്കിൾ, ഓരോ സൈക്കിളിനും എടുക്കുന്ന ടൈം പീരീഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെക്കൻഡ് കൊണ്ടാണ് ആ ആംപ്ലിറ്റ്യൂഡ് 3 mm 0.3 mm എത്തുന്നത് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി √k/m ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന റിലേഷൻ k = f/Δ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് k വാല്യൂ കിട്ടും. m നമുക്ക് ഇവിടെ കിലോ ന്യൂട്ടണിൽ തന്നിട്ടുണ്ട്, അതായത് വെയിറ്റ് തന്നിട്ടുണ്ട്, അതിനെ മാസ് ആക്കി മാറ്റണം, ന്യൂട്ടൺ ആക്കി കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് അതിനെ ന്യൂട്ടൺ ആക്കി കിലോഗ്രാമിലേക്ക് എടുത്തു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒമേഗ കിട്ടി. സൈ വാല്യൂ എന്ന് പറയുന്നത് 0.05 ആണ്, അതായത് c/cc വാല്യൂ. ഓക്കെ, ഡാമ്പിംഗ് എന്ന് പറയുന്നത് 5% ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണ്. 5/100 ചെയ്താൽ മതി, അപ്പൊ 0.05 കിട്ടും. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് വെരി ലെസ് ദാൻ 1 ആണ്. അപ്പൊ ലോഗരിതം ഡിക്രിമെന്റ് നമുക്ക് 2π സൈ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എടുക്കാം, ഡിവൈഡ് ബൈ √(1 - i²) എന്ന് പറയുന്ന ടേം എടുക്കണ്ട. അപ്പൊ അതിൽ 0.314 കിട്ടി. നമ്പർ ഓഫ് സൈക്കിൾസ്, അതിൽ ai വാല്യൂ 3 mm ആണ്, ai + j എന്ന് പറയുന്ന 0.3 ആണ്. ഈ റിലേഷൻഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതിന് j വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ j വാല്യൂ നമ്മൾ കിട്ടിക്കഴിഞ്ഞ ഇക്വേഷനിൽ ബാക്കിയുള്ള ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ j വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 7.33 സൈക്കിൾസ് ആവശ്യമായിട്ടുണ്ട്. ഒരു സൈക്കിളിന് എടുക്കുന്ന ടൈം പീരീഡ് ആണ്. അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ വൈബ്രേഷനിലേക്ക് 0.3 mm എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് 0.3 mm എത്താനായിട്ട് എത്ര ടൈം വേണമെന്നുള്ളതും നമുക്കിവിടെ കിട്ടും.